ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ആര് ജിമ്മിലേക്ക് കിടക്കുമ്പോഴും അവർക്ക് ഏറ്റവും ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഗുഡ് സെറ്റ് ഓഫ് ആപ്സ് വേണം, അല്ലെങ്കിൽ കുറച്ച് വയറ് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷേ കുറേ പേര് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വട്ടം ആപ്സ് ട്രെയിൻ ചെയ്യും. അതായത് ആഴ്ചയിലാണ് ചിലപ്പോൾ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഡയറ്റ് പ്രോപ്പർ ആവില്ല. ആ ഒരു റിഗാർഡിൽ നോക്കുമ്പോൾ ഒരു രീതിയിൽ ആപ്സ് വിസിബിൾ ആവില്ല. അവിടെ ഗ്രോ ആവും, പക്ഷെ അതിന് മുകളിൽ ഒരു ലെയർ ഓഫ് ഫാറ്റ് ഉള്ള വരയ്ക്കും നിങ്ങൾക്ക് ആപ്സ് വിസിബിൾ ആവില്ല. ആ ഫാറ്റ് പോയാലേ ആപ്സ് വിസിബിൾ ആവുള്ളൂ. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ആപ്പ് ക്രഞ്ചസാണ്. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഞാനൊരു എക്സസൈസിലും കാട്ടിത്തരാം. ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് പോവും. ഒരു 8 to 10 reps ആണ് എയിം ചെയ്യണത്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ആപ്സും ജസ്റ്റ് ലൈക്ക് എനി അതർ മസിൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സാധാ മസിൽ ഗ്രൂപ്പിന് എത്രയാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ഇവിടെയും പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് അങ്ങനെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ആപ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. നമ്മളിനി ലോവർ ആപ്സിനെ ടാർഗറ്റ് ചെയ്യണം. ലോവർ ആപ്സ് എന്ന് പറഞ്ഞാൽ താഴത്തൊരു പോർഷൻ ഓഫ് ആപ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഗ് റേസ് ആണ് ചെയ്യണത്. ഇതിൽ ഞാനൊരു ഓൾട്ടർനേറ്റീവ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞാൻ കുറച്ച് റെപ്സിനെ ഫോക്കസ് ചെയ്യണം, അതായത് ഒരു 12 to 15 reps. അത് ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയും ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ്. ലോവർ ആപ്സിൽ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഡംബൽ വെച്ചിട്ട് ഒരു സെറ്റ് അടിച്ച്. അപ്പോൾ അതെനിക്ക് 15 reps എന്ന് പറയുന്നത് ഈസി ആയതുകൊണ്ട് കുറച്ചും കൂടിയും പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ, ആ പ്രോഗ്രസീവ് ഓവർലോഡ് തന്നെ ഞാൻ ആപ്സിനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോണ്ടാണ് ഞാൻ ഒരു ഡംബൽ വെച്ച് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ ഓരോ ആഴ്ച നിങ്ങൾ ഒരു ടാർഗറ്റ് വയ്ക്കുക. ഇതിനെ കിടക്കണം 10 reps അടിച്ച് കഴിഞ്ഞാൽ 12 reps ആക്കണം. അതിനനുസരിച്ച് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് പോവുക, ജസ്റ്റ് ലൈക്ക് എനി അതർ മസിൽ ഗ്രൂപ്പ്. അപ്പോൾ എനി വൺ ഓഫ് ദ മെയിൻ തിങ്സ്, കാരണം എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോർഷൻ, അതായത് ലവ് ഹാൻഡിൽസ് അഥവാ ഒബ്ലീക്സ് എന്ന് പറയും ബോഡി ബിൽഡിംഗ് ടേംസിൽ. അപ്പോൾ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ജിമ്മിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ ഈ ഒരു എക്സസൈസ് ചെയ്യും, ഇങ്ങനെ സൈഡ് റേസസ്. എന്താണ് എനിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് അറിയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിൽ മസിൽ അത് ഫാറ്റ് പോവോ എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു തിങ്കിങ് ആണോ എന്നറിയില്ല. ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. ഞാൻ ഒബ്ലീക്സിന് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് റഷ്യൻ ട്വിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കാണിച്ചു തരാം എങ്ങനെയാന്ന് വെച്ചാൽ. ഇപ്പോ ഫീമെയിൽസ് ആണെങ്കിൽ കാലവിടെ വെക്കണോണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കുറച്ച് കോർ സ്ട്രെങ്ത് ഉള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ ലേശം കാല് പൊക്കുക, എന്നിട്ട് സൈഡിക്ക് കൊടുക്കുക. ഒരു 15 to 30 reps. അപ്പൊ ഒരു സൈഡ് എങ്ങനെ പോയാലും ഒരു 12 to 15 reps എയിം ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു എക്സസൈസ്, അതായത് ഒബ്ലീക്സിന് വേണ്ടിയിട്ട്. ഞാനൊരു എക്സസൈസ് കാട്ടിയിരുന്നു, അത് മാത്രം ചെയ്യണതിലൂടെ യാതൊരു കാര്യവും ഉണ്ടാവില്ല. നിങ്ങളുടെ ഫുഡ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഒരു കാലറി ഡെഫിസിറ്റിൽ പോയിട്ട് ഒരു കുറേ ടൈം നിങ്ങൾ നിന്നിട്ട് ഓവറോൾ ആയിട്ടുള്ള ഫാറ്റ് കുറയണം. സ്പോട്ടായിട്ട് റിഡക്ഷൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഫാറ്റ് കുറയൂ, അല്ലെങ്കിൽ ലോവർ ആപ്സ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഫാറ്റ് കുറയും എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു ആലോചനയാണ്. കാരണം മൊത്തമായിട്ടുള്ള ഫാറ്റ് ഇറങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണുള്ളൂ. അപ്പോൾ അതിന് ഒരു ഫ്യൂവലായിട്ട് നമ്മൾ ചെയ്യണ എക്സസൈസ് ആണിത്. അതിൻ്റെ ഒപ്പം ഒരു വെൽ റെസ്ട്രിക്റ്റഡ് ഡയറ്റും കൂടി ഫോളോ ചെയ്യണം നിങ്ങൾ റിസൾട്ട് കാണണമെങ്കിൽ. അപ്പോൾ ഭയങ്കര ചെറിയ വീഡിയോ ആണ് അറിയാം, പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും തെറ്റായിട്ട് ചെയ്യണ ഒരു കാര്യത്തിലൊന്നാണ് ആപ്സ് ട്രെയിനിലേക്ക് വരുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മപ്പ് ചെയ്യാനാണെങ്കിൽ സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താൽ പോലും, അതായത് വീക്കിലി ടോട്ടൽ വോള്യൂം എത്ര കൂടിയാൽ പോലും കാര്യമുണ്ടാവില്ല നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ. കാലറി ഡെഫിസിറ്റ് ഇസ് എ മെയിൻ കീ. നിങ്ങളിപ്പോൾ ഒരു ഗുഡ് സെറ്റ് ഓഫ് ആപ്സ് നിങ്ങൾക്ക് വിസിബിൾ ആവണമെങ്കിൽ. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാണ്ടായിരുന്നത്. ആൻഡ് സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം.